ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? പീഡനമോ, ഇവിടെ പറയുന്നൊരു വാക്കാണ്, പീഡനമോ, പട്ടിണിയോ, ആപത്തോ, ക്ലേശമോ, നഗ്നതയോ, വാളോ, എന്തുമാവട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? പീഡനം വന്നാലും, ക്ലേശം വന്നാലും, പട്ടിണി വന്നാലും, ആപത്ത് വന്നാലും, നാട്ടുകാർ കല്ലെറിഞ്ഞാലും, വീട്ടുകാർ തള്ളിപ്പറഞ്ഞാലും, അവന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ഇതുപോലെ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണമെന്നേ. ഹല്ലേലൂയ. തുടർന്ന് പറയുകയാണ്, ആപത്തോ വാളോ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു. നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ, ഓരോ ദിവസവും വധിക്കപ്പെടുക, പരിഹാസം ഏറ്റുവാങ്ങുക. ഒരു ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ പീഡനങ്ങളും പരിഹാസങ്ങളും അപമാനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. നിന്നെ പ്രതി അനുദിനം ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലയ്ക്ക് ഉള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു വ്യക്തിക്കും സാധ്യമല്ല. അത്ര അധികമായി ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കിതുപോലെ പറയാൻ പറ്റണം. ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ആർക്കും തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറ്റാൻ വേർപെടുത്താൻ സാധിക്കത്തില്ല. അത്ര അധികമായിട്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, യേശുവേ നിന്റെ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം, ഒരു സ്പർശനം എനിക്ക് തരണം. നിന്റെ സ്നേഹത്തിൽ മുങ്ങി താഴുവാൻ എന്നെ നീ അനുവദിക്കണം. നിന്റെ സ്നേഹം കൊണ്ട് എന്നെ പൊതിയണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നമുക്ക് ഈ കൺവെൻഷനിൽ നിറയണം. ആർക്കും ഒരു ശക്തിക്കും അവൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്താനായിട്ട് ആവരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സ്നേഹം ആഴമായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. മഗ്ദലന മറിയം. ലൂക്കാ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 7 പിശാചുക്കളെ പുറത്താക്കിയ മഗ്ദലന മറിയം എന്ന് പറയുന്നുണ്ട്. യേശു മഗ്ദലന മറിയത്തിൽ നിന്ന് 7 പിശാചുക്കളെ പുറത്താക്കിയിരുന്നു. 7 പിശാചുക്കളെ കർത്താവ് പുറത്താക്കിയിരുന്നു. ഹല്ലേലൂയ. മഗ്ദലനക്കാരി മറിയം, അവിടുന്ന് 7 പിശാചുക്കളെ കർത്താവ് പുറത്താക്കിയിരുന്നു. നമ്മൾ വായിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ കുരിശുമരണം കഴിഞ്ഞ് കല്ലറിൽ അടക്കി. 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ, സാബത്താണ്, അന്ന് രാവിലെ മഗ്ദലനക്കാരി മറിയം അതിരാവിലെ തന്നെ, വെളുപ്പിനെ തന്നെ കല്ലറയുടെ അവിടെ ചെന്നു. കല്ലറയുടെ അടുക്കല് മഗ്ദലനക്കാരി മറിയം ചൊല്ലുക. വെളുപ്പിനെ അധികാലത്ത് തന്നെ നല്ല ധൈര്യമായിരുന്നു മഗ്ദലനക്കാരി മറിയയ്ക്ക്. അവൾക്കറിയാം യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്ന റോമൻ പട്ടാളമുണ്ട്. പക്ഷെ അവൾക്കതൊന്നും വിഷയമല്ല. അത്രമാത്രം യേശുവിനെ മഗ്ദലന മറിയം സ്നേഹിച്ചു. അത്ര സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വെളുപ്പാങ്കാലത്ത് തന്നെ ആ കല്ലറയിലേക്ക് ഓടിച്ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴേ കല്ലറ തുറന്നു കിടക്കുന്നു. യേശുവിൻ്റെ ശരീരം കല്ലറയ്ക്കുള്ളിലില്ല. യേശുവിൻ്റെ ശരീരം അവിടെ യേശു ഉയർത്തുന്നിട്ടു.
അവൾ അവിടെ നിന്ന് കരയുക. വചനം പറയുന്നു, മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വച്ചിരിക്കുന്നിടത്ത് ഒരുവൻ തലക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? വുമൺ, വൈ ആർ യു ക്രൈയിങ്? എന്തിനാണ് നീ കരയുന്നത്? ദൈവദൂതന്മാർ ചോദിക്കുക. അത് കഴിഞ്ഞ് അവൾ കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട്. ആ മറിയത്തിൻ്റെ അഗാധമായ ക്രിസ്തു സ്നേഹം വെളിപ്പെടുന്ന ഒരു ഉത്തരമാണത്. അവൾ പറയാണ്, കർത്താവിനെ, അവൾ പറയും, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. എൻ്റെ കർത്താവിനെ, ഹല്ലേലൂയ, എൻ്റെ ഈശോയെ. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റണം, എൻ്റെ കർത്താവ്, എൻ്റെ ഈശോ, എൻ്റെ സ്വന്തം ഈശോ. അതുപോലെ ഈശോയെ സ്നേഹിക്കാൻ പറ്റണം നമുക്ക്. എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അതവിടെ ഹൃദയത്തിലൊരു വിഷമോ. അവൾ വിചാരിച്ചത് ആരോ ബോഡി, യേശുവിൻ്റെ തിരുശരീരം ആരോ കൊണ്ടുപോയി എന്നാണ് മഗ്ദലന മറിയം ചിന്തിക്കുന്നത്. എൻ്റെ കർത്താവിനെ ആരോ എടുത്തു കൊണ്ടുപോയിരിക്കുന്നു. തുടർന്ന് പറയുകയാണ്, അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എവിടെയാണ് അവനെ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് അവൾ പുറകോട്ട് തിരിയുമ്പോൾ യേശു അവിടെ നിൽക്കുന്നു. അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവിടെ യേശു ചോദിക്കുന്ന ചോദ്യം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. അവളോട് യേശു ചോദിക്കുന്ന ആദ്യ ചോദ്യം ഇതാണ്, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ചോദ്യം ഇതാ, എന്തിനാ നീ കരയുന്നത്? ഓരോ വ്യക്തികളോടും യേശു ചോദിക്കുന്നു, എന്തിനാണ് നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? നിന്റെ കണ്ണുനീര്, നിന്റെ അലച്ചിലുകൾ എനിക്കറിയാം. നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ കഷ്ടപ്പാടുകള്, നിന്റെ നൊമ്പരങ്ങള് എനിക്കറിയാം. ആരോടും പങ്കുവെക്കാത്ത നിന്റെ സ്വകാര്യ ദുഃഖങ്ങള് എനിക്കറിയാം. എന്തിനാ നീ കരയുന്നത്? ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആദ്യ ചോദ്യം ഇതാ, എന്തിനാ നീ കരയുന്നത്? ഈ ചോദ്യം നമ്മളോട് കർത്താവ് ചോദിക്കുക, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്, സങ്കടപ്പെടുന്നത്? ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഞാൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ജെറമിയ 31:16, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. നിന്റെ യാതനകൾക്ക് ഞാൻ പ്രതിഫലം നൽകും. നിന്റെ യാതനകൾക്ക് ഞാൻ പ്രതിഫലം നൽകും. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കാനാണ് കർത്താവ് പറയുന്നത്. നിന്റെ യാതനകൾക്ക് ഞാൻ പ്രതിഫലം നൽകും. അടുത്ത വചനം പറയുന്നു, നിന്റെ ഭാവി പ്രത്യാശയുടെ ഭാവിയാണ്. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. പ്രത്യാശയുടെ ഭാവി. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. നീ കരഞ്ഞത് മതി. നീ ഒത്തിരി കരഞ്ഞില്ലേ? കരച്ചിൽ നിർത്ത്. ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടാൻ പോവുക. ഇത് ഇന്ന് എന്നോട് നിങ്ങളോട് കർത്താവ് പറയുക, കരച്ചിൽ നിർത്ത്. നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചെടുക്കുന്നത്.
നിന്റെ കഷ്ടപ്പാടുകളും അലച്ചിലുകളൊക്കെ എനിക്കറിയാം. നിന്റെ കണ്ണുനീര് ഞാൻ കാണുന്നുണ്ട്. കരച്ചിൽ നിർത്തുക, കണ്ണുനീര് തുടയ്ക്കുക. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. പ്രത്യാശ നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി നിനക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, ജനിക്കാനുള്ള തലമുറയ്ക്ക് വേണ്ടി കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് യേശുവാണെന്ന് മഗ്ദല മറിയത്തിന് അറിയത്തില്ല. യേശു ചോദിക്കുക, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവിടെ വീണ്ടും അവൾ പറയുന്ന ഒരു ചോദ്യം യേശു ചോദിക്കാണ്, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? എന്തിനാ നീ കരയുന്നത്? ആരെയാ അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ അവനോട് പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചുവെന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഓ, എന്താ സ്നേഹം! യേശുവിൻ്റെ ആ ശരീരം എടുത്ത് പൊക്കാൻ പോലും മഗ്ദല മറിയത്തിന് പറ്റത്തില്ല. പക്ഷേ മഗ്ദല മറിയം പറയുന്നതാ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, തോട്ടക്കാരനാണെന്ന് വിചാരിച്ചാ പറയുന്നത്, അങ്ങവനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എവിടാ വെച്ചതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. മഗ്ദല മറിയത്തിന് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു. ഇതേ അബദ്ധം തന്നെ നമുക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. ഇതേ അബദ്ധം തന്നെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്താ അബദ്ധം? വേദനിക്കുന്നവരും ദുഃഖിതരും പീഡിതരും ജീവിതം തകർന്നവരും പ്രയാസപ്പെടുന്നവരും ഒക്കെ ധാരാളം പേരുണ്ട്. അവരിൽ ക്രിസ്തുവിനെ കാണുവാൻ, അവരെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. യേശുവിനെ തിരിച്ചറിയാൻ മഗ്ദല മറിയത്തിന് സാധിച്ചില്ല. അവൾ വിചാരിച്ചു തോട്ടക്കാരനാണെന്ന്. നീ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ നിന്റെ സഹോദരനെ സ്നേഹിച്ചേ മതിയാവുള്ളൂ. സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നേ ഇല്ല. 1 യോഹന്നാൻ 3:15, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ മുൻപിൽ വരുന്ന ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ വരുന്ന ക്രിസ്തുവിനെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. സത്യമല്ലേ? ചില വീടുകളിൽ പ്രായമുള്ള അപ്പച്ചന്മാർ അമ്മച്ചിമാർ പ്രായമായി 10, 75, 80, 90 വയസ്സ്, ആർക്കും വേണ്ട, രോഗിയായി വയ്യാതെ കിടക്കുക. നല്ല ഭക്ഷണം കൊടുക്കാനോ ഒന്ന് കുളിപ്പിച്ച് നല്ല വസ്ത്രം വിടിയിക്കാനോ ഒന്നും പലർക്കും താല്പര്യമില്ല. അതുപോലെ എത്രയോ സംഭവങ്ങളാണ്. സ്വന്തം വീട്ടിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് ക്രിസ്തുവിന്റെ സ്നേഹം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ ഒരു അമ്മ എൻ്റെ അടുക്ക പറഞ്ഞ ഒരു സങ്കടം, ഒത്തിരി വിഷമം തോന്നി. അമ്മയുടെ മകന് ഒരു ബൈക്ക് അപകടം ഉണ്ടായി. മകൻ വിവാഹം കഴിച്ച് 2 പിള്ളേരുണ്ട്. ബൈക്ക് അപകടം ഉണ്ടായി, അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയി. ചലനശേഷിയില്ല. ഭാര്യ മിടുക്കിയാണ്, സുന്ദരിയാണ്. അവൾ അവിടെ വഴിക്ക് പോയി. അവളെ അവിടെ വഴിക്ക് പോയി. 2 മക്കളെയും വേണ്ട, ഭർത്താവിനെയും വേണ്ട. അവളവിടെ വഴിക്ക് പോയി. ആ പാവം അമ്മയാ ഈ മകനെ, ഒറ്റ മോനേ ഉള്ളൂ, പാവപ്പെട്ട മനുഷ്യ, ജീവിക്കാനും വലിയ മാർഗമൊന്നുമില്ല. ഈ മകൻ കഷ്ടപ്പെട്ടൊക്കെ കുടുംബം പുലർത്തിയിരുന്നത്. ബൈക്ക് അപകടമുണ്ടായി തളർന്നു കിടന്ന ആ മകനെയും സ്വന്തം ഭർത്താവിനെയും
2 കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് അവൾ വേറൊരുത്തിനോട് സ്ഥലം വിട്ടു. അവൾക്ക് വേണ്ട. ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളായതൊക്കെ. ഹല്ലേലൂയ. നീ നിന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിന്നിൽ ക്രിസ്തുവില്ല. നിന്റെ സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിന്നിലില്ല. ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ സ്നേഹിച്ചേ മതിയാവത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.